വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട, 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു പിഞ്ച് ഉപ്പ്, 3 സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് എന്നിവ നന്നായി അടിച്ചെടുക്കണം. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 2.5 സ്പൂൺ പാൽപ്പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയും കട്ടി കൂടിയെന്ന് തോന്നിയാൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അഥവാ ലൂസാണെന്ന് തോന്നിയാൽ അല്പം കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കറക്റ്റ് പരുവമാക്കി എടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, ഇത് കറക്റ്റാണ്. ഇനിയും ഒരു ചപ്പാത്തി പലകയിലേക്ക് അല്പം ഗോതമ്പ് പൊടി വിതറി ഇത് ഒന്ന് കട്ടിയിൽ പരത്തി കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റിവെക്കാം. ആ സമയത്ത് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് പഞ്ചസാര ലായനി തയ്യാറാക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനിയും ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിട്ട് വറുത്ത് കോരാം. ചെറിയ തീയിൽ വേണം വറുത്ത് കോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്തുപോകും. തിരിച്ചു മറിച്ചുമിട്ട് മൂപ്പിച്ചെടുക്കണം. ദാ പരുവത്തിൽ നമുക്ക് നല്ല സ്നാക്സായും കഴിക്കാം. നിങ്ങൾക്ക് സ്വീറ്റ്സാണ് കഴിക്കണമെങ്കിൽ നമ്മൾ ചൂടോടുകൂടെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഏകദേശം ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.